ഇറാൻ ഇസ്രായേൽ യുദ്ധവാർത്തകളുടെ പുതിയൊരു അപ്ഡേഷനുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള മിസൈലുകളുടെ സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ആദ്യം അമേരിക്കൻ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് ഇസ്രായേൽ മാധ്യമങ്ങളും തന്നെ ഈ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാനിൽ നിന്നുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും വേണ്ടി ഇസ്രായേലിൻ്റെ കൈവശമുള്ള പ്രതിരോധ സംവിധാനങ്ങളായിട്ടുള്ള അയൺ ഡോമിൻ്റെയും അതോടൊപ്പം തന്നെ ആരോ സിസ്റ്റത്തിൻ്റെയും ഈ സംവിധാനങ്ങളിൽ നിന്നൊക്കെ തിരിച്ച് ഈ ഡ്രോണുകളെയും മിസൈലുകളെയും ഒക്കെ പ്രതിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള മിസൈലുകളാണ് ഈ പ്രതിരോധ സംവിധാനങ്ങൾ തൊടുത്തുവിടുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം 350 ചെറു മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലിനകത്തേക്ക് ഇറാൻ അയച്ചു എന്നുള്ളതാണ്. ഇനി ഇസ്രയേലിൻ്റെ കയ്യിൽ കേവലം 10 ദിവസത്തേക്ക് മാത്രമുള്ള സ്റ്റോക്കുകളാണ് മിസൈലുകളായിട്ട് കയ്യിലുള്ളത് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഏറെക്കുറെയൊക്കെ സ്ഥിരീകരണം ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. അതല്ലാതെ മറ്റൊരു യുദ്ധതന്ത്രമായിട്ട് ഇസ്രയേൽ അത് പ്രയോഗിക്കുകയാണോ, ഞങ്ങളുടെ കയ്യിലെല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു തരത്തിലുള്ളതാണോ എന്നതൊക്കെ മറ്റൊരു കാര്യം. ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ദുർബലമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി അഥവാ 6-ാം ദിവസത്തെ രാത്രിയിൽ ഇറാൻ പുതിയ മിസൈലുകൾ പരീക്ഷിച്ചുകൊണ്ട് ഇസ്രയേലിലേക്ക് വിടുകയാണ്. സോഷ്യൽ മീഡിയക്കകത്ത് പ്രത്യേകിച്ച് എക്സ് പ്ലാറ്റ്ഫോമുകളിലെല്ലാം രസകരമായിട്ടുള്ള ചില വാർത്തകൾ വരികയാണ്, ചില ഫോട്ടോകളും മറ്റു കാര്യങ്ങളുമൊക്കെ. എന്തെന്ന് വെച്ചാൽ ഇറാൻ്റെ പുതിയ മിസൈലുകൾ പലതരത്തിൽ ആകാശത്ത് അതിൻ്റെ പുകപടലങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെയും അതിൻ്റെ ഒരു ആർട്ട് വർക്കുകൾ പോലെയൊക്കെ ചില മിസൈലുകളുടെ യാത്രയുടെ ചില ചിത്രങ്ങളുമൊക്കെ ആളുകൾ പങ്കുവെച്ചതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ പുതിയ പുതിയ മിസൈലുകൾ. നേരത്തെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ തകർക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള മിസൈലുകളുണ്ട്. ഇതെല്ലാം ഡമ്മി ഡ്രോണുകളായിരുന്നു അല്ലെങ്കിൽ ഡമ്മി മിസൈലുകളായിരുന്നു എന്നാണ് മനസ്സിലായത്. എന്ന് വെച്ചാൽ ഇറാൻ അവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു യുദ്ധതന്ത്രം പ്രയോഗിച്ചു. ഇസ്രയേലിൻ്റെ യുദ്ധപ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങൾ അയക്കുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കാൻ വരും, അങ്ങനെ ഇസ്രയേലിൻ്റെ കയ്യിലുള്ള സ്റ്റോക്കുകൾ തീർക്കുക എന്ന കൃത്യമായ ഒരു അജണ്ട ഇതിനകത്ത് ഇറാൻ പ്രയോഗിച്ചോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യമെന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. യഥാർത്ഥത്തിൽ ഡമ്മി ഡ്രോണുകളും അതോടൊപ്പം തന്നെ ഈ സുരക്ഷാ സംവിധാനങ്ങളെ ദുർബലമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അയച്ച ഡ്രോണുകളുമാണ് ഇറാൻ ഈ ഒരു യുദ്ധതന്ത്രമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അവരുടെ പുതിയ പുതിയ മിസൈലുകളുടെ പരീക്ഷണവും ഈ ഒരു മേഖലയിലേക്ക് നടത്തി എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള വാർത്തകളുമൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇറാൻ്റെ ഒരു യുദ്ധതന്ത്രത്തിൻ്റെ ഒരു മിടുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവർ ചെറിയ മിസൈലുകളൊക്കെ അയക്കുന്നു, ഒപ്പം തന്നെ ഈ ചെറിയ മിസൈലുകൾ ഈ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് മുന്നോട്ട് പോകും. അതേസമയം തന്നെ ഹൈപ്പർസോണിക് സൂപ്പർസോണിക് ലെവലിലുള്ള വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന മിസൈലുകൾ പിന്നാലെ അയക്കും. ഇതാണ് പല സ്ഥലങ്ങളിലും വലിയ അപകടങ്ങളെല്ലാം വരുത്തി വെച്ചത് എന്നതാണ് പറയപ്പെടുന്നത്. ഇറാന്റെ ഇപ്പോഴത്തെ ഒരു ആക്രമണ പരിധി നിശ്ചയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ തോത് കണക്കിലെടുക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, 10 ദിവസം വരെ മാത്രമേ ഇസ്രയേലിൻ്റെ കയ്യിൽ ഇതിനെ പ്രതിരോധിക്കുവാനുള്ള ആരോയിലും അയൺ ഡോമിലും മിസൈലുകൾ ഇവരുടെ കയ്യിലുള്ളൂ എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. അതേസമയം തന്നെ യുദ്ധം മറ്റൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണോ അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് നീങ്ങുകയാണോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അതിന് ഇടവെച്ചത് ഇറാൻ പ്രസിഡന്റിൻ്റേതുൾപ്പെടെ 2 വിമാനങ്ങൾ വ്യോമ റഡാറുകളിൽ പതിഞ്ഞതും അത് ഒമാനിൽ എത്തി എന്നതുമാണ്. നമുക്ക് നേരത്തെ അറിയാം, ഒമാൻ തന്നെയാണ് ഈ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള ഇറാൻ്റെ ആണവ നിരായുധീകരണം സംബന്ധിച്ചിട്ടുള്ള 5 ചർച്ചകൾ നടന്നു. 6-ാം ഘട്ട ചർച്ചകൾ നടക്കാനിരിക്കുന്നതിൻ്റെ തൊട്ടു തലേ ദിവസമാണ് ഇസ്രയേലിൻ്റെ ആക്രമണം ഇറാന് നേരെ ഉണ്ടായത്. അതിനെ തുടർന്നാണ് പിന്നീട് സംഘർഷം മൂർച്ഛിക്കുന്നത്. പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയുണ്ട്. വൈറ്റ് ഹൗസിൻ്റെ വാതിൽ ചർച്ചകൾക്കായി ഞങ്ങളിതാ തുറന്നിരിക്കുകയാണ് എന്ന് വളരെ അന്തസ്സോടുകൂടിയുള്ളൊരു മറുപടി ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇറാൻ്റെ പ്രതിനിധി നൽകുന്നുണ്ട്. വൈറ്റ് ഹൗസിൻ്റെ കവാടത്തിൽ വന്ന് മുട്ടി യാചിച്ച് വെടിനിർത്തണമെന്നാവശ്യപ്പെടാൻ ഇറാൻ്റെ ഒരാൾ പോലും അവിടേക്ക് വരില്ല എന്നാണ്. ഈ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപ്
ഒരു നിലപാടില്ലാത്ത ലോക സമൂഹത്തിൽ അമേരിക്ക ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് യോജിക്കാത്ത തരത്തിലുള്ള നിലപാടുകളാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നെന്ത് പറഞ്ഞോ അതല്ല നാളെ പറയാം. അദ്ദേഹത്തിന് എന്താണോ തോന്നുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ യുദ്ധതന്ത്രമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രയേൽ ബോധപൂർവം ഈ ഒരു ആക്രമണം ആരംഭിക്കുമ്പോൾ അമേരിക്ക പിന്നീട് ഞങ്ങൾക്കൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കും എന്ന തരത്തിലുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഇസ്രയേലിനെ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, ട്രംപിൻ്റെ നിയമോപദേശകരിൽ മുതിർന്ന ആളുകൾ ഒന്നടങ്കം അമേരിക്കക്ക് ലാഭകരമല്ലാത്ത, അമേരിക്കക്ക് താല്പര്യമില്ലാത്ത യുദ്ധത്തിൽ നമ്മൾ എന്തിന് പങ്കെടുക്കണം എന്ന ഒരു ചോദ്യം. അതോടൊപ്പം തന്നെ യുദ്ധമില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ക്യാമ്പയിൻ നടന്നുകൊണ്ട്, ഇലക്ഷൻ്റെ സമയത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ക്യാമ്പയിൻ നടന്നിരുന്നു. അങ്ങനെ നമ്മളുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് സമാധാനമുണ്ടാക്കുന്ന ഒരു ലോകമാണ് എന്നും താൻ അധികാരത്തിലേറിയാൽ 24 മണിക്കൂറിനകം റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് പരിഹാരം കാണുമെന്നും ഗാസയിൽ വെടിനിർത്തൽ നടത്തും എന്നുമൊക്കെ ട്രംപ് വലിയ അവകാശവാദം ഉന്നയിക്കുകയും ആ തരത്തിൽ ട്രംപിൻ്റെ അധികാര സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നതിന് മുൻപ് തന്നെ ഗാസയിൽ താൽക്കാലികമായ ഒരു വെടിനിർത്തൽ കൊണ്ടുവരാനുമൊക്കെ ട്രംപിന് സാധിച്ചിരുന്നു. എന്നാൽ ഇതേ ട്രംപ് ഇപ്പോൾ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ് എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി പറയുന്നു. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ മുതിർന്ന നിയമോപദേശകർ പറയുന്നു. ഈ ഒരു ഭാഗത്ത് ട്രംപിന് യുദ്ധം ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകുമ്പോൾ തന്നെ തൻ്റെ പാർട്ടിയും അതോടൊപ്പം തന്നെ തൻ്റെ നിയമോപദേശകരും അതിനൊക്കെ അപ്പുറത്തേക്ക് അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ പ്രതിഷേധ റാലികൾ അമേരിക്കയിലും ലോസ് ആഞ്ചലസിലും വാഷിങ്ടണിലും മിസിസിപ്പിയിലുമൊക്കെ നടന്നു എന്നതടക്കമുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഒരു ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു യുദ്ധം ആരംഭിച്ച് കുടുങ്ങി എന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഈ ഒരു അബദ്ധം ഇറാൻ നേരത്തെ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കാണിക്കുന്നത് അബദ്ധമാണ്, ഈ ഒരു അബദ്ധത്തിന് നിങ്ങൾ വലിയ വില നൽകേണ്ടി വരുമെന്ന് പറയുകയാണ്. ചർച്ചകൾക്ക് എന്ന് പറഞ്ഞ് ഇറാനെ ക്ഷണിക്കുമ്പോൾ ഇറാൻ അത് യുദ്ധമായിട്ട് പരിവർത്തിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇപ്പോൾ നമുക്കറിയാം പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ അവരൊരു സഖ്യമാണ്. ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ അങ്ങ് മാറ്റിക്കളയാം, അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത ഗവൺമെൻറ്റിനെ അങ്ങ് അട്ടിമറിച്ച് അവിടെ ഒരു പാവ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ പാവ സർക്കാരുകളെയോ നിയമിക്കാം എന്നത് സംബന്ധിച്ചൊക്കെ അത് ഒരു ശരിയായ നടപടിയല്ല എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇപ്പോൾ ഒരു പ്രസ്താവന പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയോടുള്ള ബ്രിട്ടീഷ് അല്ലെങ്കിൽ അമേരിക്കയോടുള്ള യൂറോപ്യൻ യൂണിയനിലെ തന്നെ രാജ്യങ്ങൾക്കുള്ള അമർഷത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നത്. തത്വത്തിൽ സാമ്രാജ്യത്വ ശക്തികൾക്കിടയിൽ തന്നെ അഭിപ്രായ ഏകീകരണം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതും ഈ ഒരു അവസരത്തിൽ നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് ഇസ്രയേൽ ഒരു യുദ്ധം ആരംഭിച്ച് കുടുങ്ങി എന്ന ഒരു വസ്തുതയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ഇസ്രയേലിനെ കുറിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിലേക്ക് പർവ്വതീകരിച്ചു വെച്ചിരുന്ന കുറേ അധികം അവകാശവാദങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കേവലം ബഫൂണുകളായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒന്നാമത് അവർ പറഞ്ഞ അയൺ ഡോം സിസ്റ്റം എന്ന ഒരു സംവിധാനത്തെക്കുറിച്ചൊക്കെ അവർ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി. ഇസ്രയേലിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്രയേലിൻ്റെ ഈ ഒരു കവചിത സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഒരു സംവിധാനത്തിനും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന ധാരണകളെയൊക്കെ അപ്പാടെ കീഴ്മേൽ മറിക്കുന്നത് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇറാൻ നിക്ഷേപിച്ച മിസൈലുകളുടെ ഒരു രൂപം നമ്മൾ ശ്രദ്ധിക്കുക. ചെറിയ കുഞ്ഞൻ മിസൈലുകൾ അയച്ചുകൊണ്ട് അയൺ ഡോമിനെ കബളിപ്പിക്കുക, വലിയ മിസൈലുകൾ എടുത്ത് അവരുടെ ലക്ഷ്യത്തിലേക്ക് പതിപ്പിക്കുക എന്നത് ഈ ഒരു സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമായിട്ട് എന്ന് മാത്രമല്ല, ഇസ്രയേലിന് അമേരിക്കയില്ലാതെ ഒറ്റയ്ക്ക് ഒരു രാഷ്ട്രത്തോട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തൽ കൂടി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിനിറങ്ങണമെന്ന ആഗ്രഹം പ്രസിഡന്റ് ട്രംപിനുണ്ട്. പക്ഷേ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ലാഭം എന്ന ചോദ്യം അവരുടെ മുൻപിലുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഞങ്ങൾക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ഉത്തമ വിശ്വാസം അവർക്ക് വന്നിട്ടുണ്ട്. അവരുടെ
എല്ലാ തരത്തിലുമുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില മാധ്യമങ്ങൾ ഇങ്ങനെ പോലും എഴുതി, അഥവാ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു പ്രസ്താവന, ആയത്തുള്ള അലി ഖൊമേനിയെ ഞങ്ങൾ വധിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിക്കുമെന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിപ്പിക്കും. യഥാർത്ഥത്തിൽ ഭരണമാറ്റം നടത്തേണ്ടത് ഇറാനിലല്ല, ഇസ്രയേലിലാണ്. കാരണം ആ രാജ്യത്തെ ജനങ്ങൾ തന്നെ ഈ ഇസ്രയേൽ ഭരണകൂടത്തിൻ്റെ ആ ഒരു തലതിരിഞ്ഞ നയങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് ബങ്കറുകൾക്കുള്ളിൽ സ്ഥലമില്ല എന്നതാണ്. ബങ്കറുകൾക്കുള്ളിൽ സ്ഥലമില്ല. അവിടുത്തെ ആളുകൾക്ക് സൈറൺ മുഴങ്ങിക്കഴിഞ്ഞാൽ ഓടി ഒളിക്കാൻ ബങ്കറുകൾക്കുള്ളിൽ ആദ്യം ആ ബങ്കറുകൾക്കുള്ളിൽ വലിയ കലാപങ്ങൾ നടക്കുകയാണ്, വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. കാരണം ആദ്യം എത്തുന്നവർ എല്ലാ വീടുകളിലും ബങ്കറുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അത് ആ ഒരു വീട്ടുകാർ മാത്രം ഉപയോഗിക്കും. പക്ഷേ ഒരു പൊതുസ്ഥലത്തെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പബ്ലിക് ബങ്കറുകൾ ഉണ്ടാകും. ആ ബങ്കറുകൾക്കുള്ളിൽ വിദേശികളെ കഴിയാൻ ഇവർ സമ്മതിക്കുന്നില്ല. ആദ്യം ജൂതന്മാർ ഫസ്റ്റ്, അല്ലെങ്കിൽ ഇസ്രയേലികൾ ഫസ്റ്റ് എന്ന ഒരു രീതിയിലാണ് ഇസ്രയേലികൾ ആ ബങ്കറുകൾ. അപ്പം ഇത് സംബന്ധിച്ച് ഇപ്പോൾ വിദേശികൾ, ഇന്ത്യക്കാരനായ ഒരാൾക്ക് പോലും ഇത്തരത്തിലുള്ള ദുരനുഭവം ഇസ്രയേലികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ചില വിഭാഗങ്ങൾ തമ്മിൽ, ചില പ്രാദേശികമായിട്ട് സ്വാധീനമുള്ള ഗ്രൂപ്പുകൾക്ക് ആ ബങ്കറുകൾക്കുള്ളിൽ അവർ ഒളിക്കും. അങ്ങനെ വരുമ്പോൾ ആ ബങ്കറുകൾക്കുള്ളിൽ മറ്റാളുകളെ കയറ്റാതിരിക്കാൻ ആ തരത്തിൽ അതൊരു കലാപമായിട്ട് അത് പതിയെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷണം കൂടി ഇസ്രയേലിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അതിഭീകരമായ വാർത്തകൾ കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങ് മരിച്ചു വീണാലും, അത് ആയത്തുള്ള അലി ഖൊമേനിയുടെ പ്രസംഗത്തിൽ നിന്ന്, എൻ്റെ ജീവിതത്തിനോ എൻ്റെ ജീവനോ ഇവിടെ പ്രസക്തിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. ആ ഷിയ വിഭാഗത്തിൻ്റെ അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് തന്നെ സമർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ മരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ മുൻപിൽ ഈ സമയം നിൽക്കും എന്ന തരത്തിലുള്ള പ്രഖ്യാപനത്തോടു കൂടി നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ആളുകളെ കൊലപ്പെടുത്താൻ ഒരു ഭീഷണിയുടെ ആവശ്യമില്ലാതെ ആ ഭീഷണി അവരിലേക്ക് കേൾക്കില്ല എന്നുള്ള തരത്തിലാണ് ഇറാൻ നിൽക്കുന്നത്. എന്നാൽ ജൂതർക്ക് തിരിച്ചടി കിട്ടിയ ഒരു ചരിത്രം അവർക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള യുദ്ധങ്ങളിലൊക്കെ അവർ ഉണ്ടായി എന്നതിന് അപ്പുറത്തേക്ക് ജൂതരാഷ്ട്രം വളരെയധികം വളർന്നു. അവർ എല്ലാ തരത്തിലുള്ള കഴിവുകളെക്കുറിച്ചും അതിൽ അഭിരമിച്ചു. ആ അഭിരമത്തിൽ പെട്ടെന്നൊരു തിരിച്ചടി കിട്ടുമ്പോൾ അത് അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറുന്നത് കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആസന്നമായിട്ടുള്ളൊരു തകർച്ച ഇസ്രയേലിനെ കാത്തിരിക്കുകയാണ്. അമേരിക്കയോ സാമ്രാജ്യത്വ ശക്തികളോ രക്ഷയ്ക്കെത്താത്ത ഇസ്രയേൽ പൂർണ്ണമായും തകർച്ചയുടെ വക്കിലേക്ക് പോകും. ഇപ്പോൾ ഇറാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ യുദ്ധത്തിൻ്റെ ഗതിവിധികളെ ആശ്രയിച്ചിരിക്കും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഇതിനകം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഗാസയിൽ കഴിഞ്ഞ ദിവസം പോലും 147 പേരെ ഇസ്രയേൽ കൊന്നു എന്നുള്ളതാണ്. ഇറാൻ ഈ യുദ്ധത്തിൽ ആധിപത്യം സ്ഥാപിക്കുകയും ഈ ചർച്ചകൾക്കിടയിലേക്ക് ഗാസയുമായി ബന്ധപ്പെട്ട ഡിമാൻഡ് കൂടി മുന്നോട്ട് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ഒരു രാഷ്ട്രീയ പുതിയ ഒരു ശൈലിക്ക് കൂടി ഇവിടെ കാഴ്ചകൾ കാണേണ്ടി വരും. Waytonikah.com, the exclusive Muslim matrimonial site.